കൂടുമാറ്റങ്ങൾ തുടരുകയാണ്. മങ്കടയിൽ ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് വിമത സ്ഥാനാർത്ഥിയായി വരുന്നു. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കുന്നത്ത് മുഹമ്മദ് നിലപാടറിയിച്ചു. തന്നെ പിന്തുണയ്ക്കുമോ എന്ന കാര്യം LDF പറയട്ടെ എന്നാണ് കുന്നത്ത് മുഹമ്മദിന്റെ പ്രതികരണം. മാറി നിന്നാൽ അതിലേക്ക് വേറെ ആൾക്ക് വരാം. ഈ ജീവിതകാലത്ത് ഇത്രയും കാലം ഈ പാർട്ടിക്ക് അധ്വാനിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിനോ നേതൃത്വത്തെ വെല്ലുവിളിച്ചിട്ടല്ല, പക്ഷേ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള നിലക്ക് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ മണ്ഡലത്തിൽ 5000 10,000 വോട്ട് കിട്ടാം. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിൻ്റെ വിജയസാധ്യതയില്ല. ആ വിജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് ആരൊക്കെ സഹകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സഹകരിക്കാൻ പറ്റുന്ന ആളുകളുടെ വോട്ട് തേടുക എന്നുള്ള ലക്ഷ്യം. ആ സഹകരിക്കാൻ പറ്റുന്ന ആളുകളുടെ വോട്ട് തേടുക എന്ന് പറഞ്ഞാൽ ആർക്കും വോട്ട് നൽകാം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, അദ്ദേഹം കുന്നത്ത് മുഹമ്മദ് യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലേ? സ്വതന്ത്രമായി നിൽക്കുമ്പോൾ കൂടി 1,50,000 വോട്ടൊക്കെ കിട്ടാം എന്നാണ് അദ്ദേഹവും പറയുന്നത്. പക്ഷേ പാണക്കാട് കുടുംബത്തെ വെല്ലുവിളിച്ചിട്ടല്ല, തൻ്റെ ഒരു പ്രതിഷേധം അറിയിക്കലാണ്. അപ്പോൾ പിന്നീടാണെങ്കിലും പിണക്കം മാറി തിരിച്ച് ലീഗിലേക്ക് പോകാനുള്ള ഒരു പാലവും കൂടി ഇട്ടിട്ടാണോ ഈ വിമത കളി? ദിവിഷ, എന്തായാലും മങ്കടയിൽ മുസ്ലിം ലീഗിന് തലവേദന ഉണ്ടാക്കുന്നതാണ് കുന്നത്ത് മുഹമ്മദിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഉറപ്പാണ്. മങ്കടയിൽ അദ്ദേഹം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഈ 3 ടേം നിബന്ധന, അതായത് 3 ടേം മത്സരിച്ചവർ മാറി നിൽക്കണം എന്നൊക്കെ ലീഗിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ മൈലാംകുഴിയിൽ മാറി നിൽക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ ഒരു പക്ഷം അവിടെയുള്ള പാർട്ടി കരുതിയത്. പക്ഷേ അത് മറികടന്നുകൊണ്ട് മൈലാംകുഴിയെ വീണ്ടും മങ്കടയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഇതിൽ അദ്ദേഹത്തിന് കുന്നത്ത് മുഹമ്മദിന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനിടെ അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് തുടങ്ങിയ ചില വാർത്തകളൊക്കെ വന്നു. അതിന് പിന്നാലെ ലീഗിന്റെ നടപടിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുക്കുമോ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവിടെ ഇടതുപക്ഷം നിലവിൽ തന്നെ MP അലവി എന്ന ആളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ കർഷക സംഘത്തിന്റെ നേതാവായ ഒരു ആളാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിൻവലിച്ച് ഇപ്പോൾ കുന്നത്ത് മുഹമ്മദിന് പിന്തുണ നൽകുമോ, അത്തരത്തിലുള്ള LDF സ്ഥാനാർത്ഥിയെ തന്നെ വരുമോ എന്നുള്ളത് 2 ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ വിമത സ്ഥാനാർത്ഥിയായാണ് കുന്നത്ത് മുഹമ്മദ് രംഗത്തുള്ളത്. അത് പ്രാഥമികമായും അത് ലീഗിനെ വെല്ലുവിളി ഉയർത്തുന്നത് തന്നെയാണ്. മംഗലാംകുഴി അലിക്കെതിരെ വോട്ട് ചോർത്തുന്നതായിരിക്കും കുന്നത്ത് മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള കാര്യം ഉറപ്പാണ്.